എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നൈബർ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന സന്തോഷത്തിലാണ് കേട്ടോ മോള്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ തൊട്ടപ്പുറത്തൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ കയറി. അപ്പോൾ അവിടെ ഉണ്ട് എല്ലാ പിള്ളേർ സെറ്റും ഇന്ന് അറേഞ്ച് ചെയ്യണ കാര്യങ്ങൾ. എന്താ വേണ്ടത് ഏതാ വേണ്ടത് ജസ്റ്റ് ഫോർ ഫൺ കേട്ടോ, അതല്ലാണ്ട് വലിയ അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ല. അവരങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മയും കൂടിയാണ് പോയത്. അപ്പം അമ്മേരുടെ അടുത്ത് കൊഞ്ചാണ് മോനിരുന്നിട്ട്. അപ്പം അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ. പിന്നെ ഫുഡ് എത്തിയിട്ടില്ല. അപ്പം നമ്മൾ മേലെയാണ് അറേഞ്ച് ചെയ്തത്. പണി ഇത്തിരി നേരത്തെ പോയി കഴിഞ്ഞാൽ പണിയാവുമല്ലോ, പിള്ളേർ അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലും മറിയലും ഒക്കെ ആയിട്ട് പിന്നെ ഇരുട്ട് പോലെയായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലൈറ്റ് കുറച്ച് കൂടുതൽ വെച്ചത്. പിന്നെ ആസ് യൂഷ്വൽ പാട്ട് പാടലും ഡാൻസ് കളിക്കലും കളിയാക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഫണ്ണായിരുന്നു. ഇത് മോൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഡാനു. മൈക്കേൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിളാണ് കേട്ടോ പാടുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ശരിക്കും ഷാർജയിലൊക്കെ കസിൻസിൻ്റെ ഒക്കെ ഒപ്പം പോകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ രസം ഉണ്ടാവാറ്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിശേഷം പറച്ചിലും പിന്നെ കസിൻസ് ആകുമ്പോൾ അറിയാലോ ഒത്തിരി പണ്ടത്തെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറയാനുണ്ടാവും. കുറേ എത്ര പറഞ്ഞാലും തീരില്ലാത്ത പോലെ തോന്നും ഭയങ്കരമായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും അടുത്ത പാട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ഡാൻസ് തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഫുഡാണെങ്കിലും പലതരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല. അപ്പോൾ സ്പൈസി ഫുഡ്, സ്പൈസി അല്ലാത്ത ഫുഡ്, വെജുകാർക്ക് വെജ്, അതുപോലെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇവർ പറഞ്ഞത് ഗ്രിൽഡ് അങ്ങനെ, അതായത് ഇവർ മുസ്ലിംസ് അവരുടെ ആ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ അങ്ങനെയാണ് വിളിച്ചത്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം നോക്കി വൈകിട്ടൊരു നൈറ്റ് കൂടാം അങ്ങനെ. അപ്പോൾ ഇവിടെ കുട്ടികളുണ്ടായിരുന്ന കാരണമാണ് കേട്ടോ ഇത്ര രസമായത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത് അവിടെ കളിച്ചങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ചിലവർ തീരെ കുഞ്ഞു കുട്ടികളുള്ള പറ്റാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, അതല്ലാത്തവരൊക്കെ ഇപ്പം നമ്മളൊക്കെ എന്തായാലും നിന്നു. വീട്ടിൽ ഇരുന്നാലും നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുക പിള്ളേരും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല വെച്ച് ഞങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പം നീ നോക്കാൻ കേട്ടോ ആരാ കളിക്കണേ എന്താ കളിക്കണേന്ന് നോക്കിയിട്ട് ആൾക്കതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മൈക്ക പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു വീക്ക്നെസ്സിൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയണ്ടേ ഏതാ പറയണ്ടേന്നില്ല. മാത്രമല്ല എല്ലാവരും ഒരു വീട്ടുപോലെ കഴിയണവരോ, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും അവർക്ക് ഒരേ ഫ്രീഡം. അപ്പോൾ മോനൊക്കെ അമ്മ അച്ഛന്ന് വിളിക്കുന്നത് കേട്ടോ, പിന്നെ ഫ്രണ്ട്സൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹവും പരിഗണനയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ മോൾക്ക് ഇതുവരെ ഇങ്ങനത്തെ പരിപാടി കിട്ടിയിട്ടില്ല. 1-2 ആണ് കൂടിപ്പോയാൽ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ 7-Upൻ്റെ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ കുട്ടികൾക്ക് മൂത്ത ആൾക്ക് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂ ഇല്ല. അല്ലെങ്കിൽ ചേച്ചി കുടിക്കുമ്പോൾ വരുമല്ലോ അനിയത്തിമാരായാലും അനിയന്മാരായാലും അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതേ പിള്ളേർക്ക് ആദ്യം കുറച്ച് ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പ് ശരിയാക്കിയതിന് ശേഷം പിന്നെ മുതിർന്നവർ പാടാന്ന് വെച്ചാൽ. അപ്പോൾ ഇവർ ഈ പാർട്ടി തരുന്ന ടീം നല്ലതായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര പാട്ടിൻ്റെ ഉസ്താദുകളാണ്. അപ്പോൾ അവർ ലൈറ്റായിട്ട് ഒന്ന് തുടങ്ങി വെച്ചു 1-2 പാട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പാടി. പിന്നെ അതിൻ്റെ ഇടയിൽ ആണുങ്ങൾ ഡാൻസ് കളിച്ച് തുടങ്ങി. പിന്നെ കുറച്ച് നേരമായപ്പോൾ 10-12 മതി പോകുക അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി. ജോലിയുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആണുങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, അമ്മമാർക്കാണല്ലോ ഇപ്പോൾ ബുദ്ധിമുട്ട് കുട്ടികളുടെ കാര്യവും ഒക്കെ ആയിട്ട് ആകെ ടെൻഷനും. പിള്ളേർക്ക് എത്ര കളിച്ചിട്ടും മതിയാവാത്ത പോലെ അമ്മ അതേ എനിക്ക് നിന്നു. അമ്മയ്ക്ക് ചെറിയൊരു സൗണ്ട് പ്രശ്നമുണ്ട്. പക്ഷേ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമില്ല. എത്ര വയ്യാത്ത ആൾക്കാരും വരും. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമല്ല എല്ലാവർക്കും. പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ പറയേണ്ട ഒരു പരിപാടി കിട്ടാൻ കാത്തിരിക്കും എല്ലാവരും. വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ, കസിൻസ് ഇല്ല. അല്ലെങ്കിൽ എപ്പോഴും ഇപ്പം നാട്ടിലൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഇല്ലാത്ത കാരണം നമ്മളെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ
അതിമനോഹരമാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അപ്പോൾ കുറച്ച് കളിക്കാനുള്ള വണ്ടികളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ കളിക്കുന്നുണ്ട്. അപ്പോൾ മോളുടെ അടുത്ത് പാടാൻ പറഞ്ഞു, പക്ഷെ മോൾക്കുള്ള പാട്ട് സെറ്റായില്ല. എന്ന് വെച്ചാൽ ഫുൾ കോപ്പിറൈറ്റ് പ്രശ്നമായിട്ട് ആ പാട്ടുകളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ അവൾ അറിയാത്ത പാട്ടുകളൊന്നും ട്രൈ ചെയ്യില്ല, പ്രത്യേകിച്ച് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അവൾ പാടിയില്ല, ഡാൻസും കളിച്ചില്ല. ഡാൻസ് ഈ പറഞ്ഞ പോലെ റീൽസിന് വേണ്ടി ആകെ ഒരു 2 സ്റ്റെപ്പ് കളിക്കുന്ന അല്ലാണ്ട് മുഴുവനായിട്ട് അവൾക്ക് അറിയില്ല പറഞ്ഞിട്ട് അവൾ തീരെ സമ്മതിച്ചില്ല. എന്താ ചെയ്യുക, ഇപ്പോഴത്തെ പിള്ളേരില്ല, നമുക്കിപ്പോൾ എന്തോരം പറയാൻ പറ്റും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് സൗണ്ട് വരുന്നില്ല പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതേ അപ്പുറത്തെ വണ്ടി ഓടിക്കുന്നുണ്ട് കുട്ടികൾ, ഓരോരുത്തരായിട്ട്. എല്ലാ പ്രായത്തിലുള്ള വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. പല പ്രായത്തിലുള്ള പിള്ളേരുള്ളത് കാരണം എല്ലാ വീട്ടിലത്തെയും ഒരേ സൈഡിൽ തന്നെ ഇടുക പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമല്ലേ. അങ്ങനെ ഓരോരുത്തർ പിള്ളേരായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഒരു സൈഡിലിരിക്കുകയാണ്. അമ്മ അപ്പുറത്തുണ്ട്. അപ്പുറത്തുള്ള ആ ഒരു ചേട്ടനാണ് കേട്ടോ പരിപാടി ഫുൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയാണ്, വൈഫ് പറഞ്ഞു കൊടുക്കുക, മനമറിയുന്നോള് പാട്ടൊന്ന് പാട്, 4 ആൾ കേൾക്കട്ടെ ഭാര്യയുടെ ഗുണം എന്നൊക്കെ. അത് മാത്രം പാടില്ല പറഞ്ഞൊക്കെ. അപ്പോൾ നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ ഈ പരിപാടി എല്ലാം അറേഞ്ച് ചെയ്ത് തന്ന ചേട്ടനും ചേച്ചിക്കും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക അടിച്ചു പൊളിക്കാൻ പറ്റി. പിള്ളേർക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ എന്നും ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. താങ്ക് യു.